മാഷിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിനും അല്ലെങ്കിൽ മതേതര വിശ്വാസത്തിനും അതിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് വരുത്തിയിട്ടുണ്ട്? നിങ്ങൾ ഈ മതേതര വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ ഞാൻ വായിച്ച് പഠിച്ചതോ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയൊന്നാന്ന് തോന്നുന്നു. അങ്ങനെയല്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലൊന്നും വേണ്ട, എൻ്റെ നാട്ടിലൊന്നും എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇതൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ 10 വീട് അപ്പുറമുള്ള ഒരു ആണ്ടിക്കുട്ടി എന്നൊരു കുട്ടി വളർന്നിരുന്നു, കറുത്ത് മെലിഞ്ഞുണങ്ങിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ മഹാദാരിദ്ര്യമാണ്. അപ്പോൾ എൻ്റെ ഉമ്മ പോറ്റുകയാണ് അവനെ. അവൻ മുതിർന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വളർന്ന പാപ്പ അവനൊരു ചായപ്പൊടി ഇട്ട് കൊടുത്തു. മഹാസാധുവാണ്. പാപ്പയ്ക്ക് മസാലപ്പൊടി ഉണ്ട്, അതിൻ്റെ അടുത്തൊരു ചായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അവന് പള്ളവേദനക്കാരനാണ്. അപ്പോൾ പള്ളവേദന സഹിക്കാൻ വയ്യാതെ അന്ന് ഓപ്പറേഷൻ തീരുമാനിച്ചു ഡോക്ടർമാർ. അന്ന് ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ്. ഇവനെ തലേന്ന് പോയി തൂങ്ങി മരിച്ചു ആണ്ടിക്കുട്ടി. ഞാൻ ഉദാഹരണം പറയാം. അവനന്ന് ഭാര്യയും 2 ചെറിയ മക്കളൊക്കെ ഉള്ളത്. ഓപ്പറേഷൻ പേടിച്ചു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര മരിച്ചു പോകുന്ന ആൾ വിചാരം. ഭയങ്കര ഇതൊക്കെ നാട്ടിൻപുറത്ത് അന്ന് ഇതൊന്നും അറിയില്ല. ഞാനീ പറഞ്ഞ 60കളുടെ 10-50 കൊല്ലം മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അവൻ പോയി തൂങ്ങി മരിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനാണ്, അല്ലെങ്കിൽ വേറെ ആവശ്യത്തിന് വരികയാണ്, അത് പിന്നെ മുസ്ലിങ്ങളാണ് അമുസ്ലിങ്ങളാണെന്നൊരു വ്യത്യാസം എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനങ്ങനെ വളർന്ന ഒരാളാണ്. എൻ്റെ മൂത്താപ്പുണ്ടായിരുന്നു, NC കോയക്കുട്ടി എന്ന് പറയും. അതേപോലെ ഒരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിന് കാറുണ്ട്, വലിയ കോടീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ സിനിമാ നിർമ്മാതാവ് സലാം കാരശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് കുട്ടനൊരു ഡ്രൈവറുണ്ട്. അപ്പോൾ ആയുധ പൂജയുടെ അന്ന് കുട്ടൻ ഈ ചന്ദനം കുങ്കുമം തൊട്ടിട്ട് ഈ കാറിന് മുഴുവൻ അലങ്കരിച്ചു. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഭയങ്കര. അപ്പം മൂത്താപ്പ പറഞ്ഞാൽ എന്താ, അവൻ്റെ ആയുധമല്ലേ അത്, നിങ്ങൾക്കെന്താ? അന്നവൻ കാർ എടുക്കുന്നില്ല, ഇദ്ദേഹം ടാക്സി വിളിച്ച് പോവാണ്. എന്തിന്? ഇവൻ്റെ ആയുധ പൂജയ്ക്ക്. അദ്ദേഹം 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ ഉമ്മ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ ബാപ്പ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇവരൊന്നും പണ്ഡിതന്മാരല്ല. ഇതൊരു മനോഭാവമാണെന്നേ. അതായത് ജാതി, മതം, ഭാഷ ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് മനുഷ്യരുണ്ട് എന്നുള്ള നിങ്ങളുടെ മനോഭാവമാണത്. ഈ മനോഭാവം നാട്ടിലുണ്ടായിരുന്നു. അത് നശിപ്പിച്ച ആരാ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ പുരോഹിതന്മാരും കൂടിയിട്ടാണ്. പുരോഹിതന്മാർ രാഷ്ട്രീയം കളിക്കുന്നു, രാഷ്ട്രീയക്കാർ മതം കളിക്കുന്നു.